ഹലോ ഫ്രണ്ട്സ്, മിന്നി ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ അഡീനിയം പ്ലാന്റ് വളർച്ചയൊന്നും ഇല്ലാതെ ഇങ്ങനെ കുറേ നാളുകൊണ്ട് ഇങ്ങനെ നിൽക്കും. ഇതൊന്ന് റീപോർട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. പുതിയതായിട്ടൊരു അഡീനിയം തൈ നടുന്നവർക്ക് ഇതൊരു ഉപകാരപ്രദമായൊരു വീഡിയോ ആയിരിക്കും. ഇതൊന്ന് ഇളക്കി നോക്കാം. ഇതിനകത്ത് എന്തു പ്രശ്നമെന്നറിയാമല്ലോ. വേരുണ്ടോയെന്നൊന്നും അറിയത്തില്ല. വേര് നോക്കാം. ഇങ്ങനെ ഇളക്കി ശകലം വേരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇനി മണ്ണെല്ലാം ഒന്ന് ഇളക്കിയിട്ട് ഇതിനകത്ത് എന്തുവാണ് കേടായിട്ടുള്ളത്, കോഡെക്സ് കേടായോ എന്തോന്നൊന്നും അറിയത്തില്ല. ഇതൊന്ന് ഇളക്കി നോക്കാം. ഇതുപോലെ 2-3 പ്ലാന്റിനും ഈ ഒരു പ്രശ്നം തന്നെ ഉണ്ടായിരുന്നു. അത് ഞാനിതുപോലെ റീപോർട്ട് ചെയ്ത് ആ പ്ലാന്റൊക്കെ നല്ലതുപോലെ വളർന്ന് ഇപ്പം നല്ലതുപോലെ ഫ്ലവറിങ് ചെയ്ത് നിൽപ്പുണ്ട്. അത് ഞാൻ അവസാനം കാണിച്ചു തരാം. ഇതിനും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നല്ല വേരുകളൊക്കെ ഉണ്ട്, നല്ലതുപോലെ വേര് പടലമുണ്ട്. കോഡെക്സിനും കുഴപ്പമൊന്നുമില്ല. ഇതിനി നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്താൽ മതി. അതുപോലെ ഇതൊരു നാടൻ പ്ലാന്റാണ്. ഞാൻ തന്നെ വിത്ത് പാകി മുളപ്പിച്ചെടുത്ത ഒരു പ്ലാന്റാണ്. ഇതിലോട്ടൊരു മൾട്ടി പെറ്റൽ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റ് അഡീനിയം പ്ലാന്റുകൾക്കിടയിലായി പോയതുകൊണ്ടാണ് ഇതിന് നല്ലതുപോലെ ശ്രദ്ധിക്കാൻ പറ്റാഞ്ഞത്. ഇതിനെ ഇനി ശ്രദ്ധ കൊടുത്ത് വളർത്തിയെങ്കിൽ മാത്രമേ ഇതിനെ നല്ലൊരു പ്ലാന്റായിട്ട് മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിന് നല്ലതുപോലെ വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഈ വേരിനകത്തുള്ള മണ്ണുകളെല്ലാം ഒന്ന് നല്ലതുപോലെ കഴുകിയെടുത്തിട്ട് ഇത് സാഫിനകത്ത് നല്ലതുപോലെ മുക്കി കുറച്ച് നേരം, അരമണിക്കൂർ നേരമെങ്കിലും ഇട്ട് വയ്ക്കണം. ഇതിൻ്റെ വേരൊന്നും ഞാനിപ്പം കട്ട് ചെയ്യുന്നില്ല. നല്ല വലിയൊരു പ്ലാന്റ് ആയതിനു ശേഷം മാത്രമേ ഞാൻ എല്ലാ വേരുകളും കട്ട് ചെയ്തിട്ട് നടത്തുള്ളൂ. ഇപ്പോൾ ഇതിങ്ങനെയുള്ള വേര് തന്നെ വേണം. കാരണം വളമെല്ലാം പിടിച്ചെടുക്കാനായാലും എല്ലാത്തിനും നല്ലതായിട്ട് വേര് വേണം. അതുകൊണ്ട് ഈ വേരൊന്നും ഞാൻ കട്ട് ചെയ്ത് കളയുന്നില്ല. ഈ ഫംഗിസൈഡാണ് ഞാൻ ചെടികൾക്ക് എല്ലാത്തിലും ഉപയോഗിക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ച് സാഫ് നല്ലപോലെ കലക്കിയിട്ട് ഇതിനകത്ത് അരമണിക്കൂർ നേരം മുക്കി വെച്ച് എന്നിട്ടെടുത്ത് നടാം. ഇതുകൊണ്ടുള്ള പ്രയോജനം, വേരിന് എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് മാറുകയും പിന്നീട് അത് ഉണ്ടാവാതിരിക്കുകയും ചെയ്യും. ഇനി ഞാൻ എങ്ങനെയാണ് റീപോർട്ട് ചെയ്യുന്നതെന്ന് കാണിക്കാം. നല്ല ഹോൾസൊക്കെ ഉള്ള ഒരു പോട്ട് എടുത്തിട്ട് അതിന് അടിയിൽ ഏറ്റവും അടിയിൽ മെറ്റൽ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് പോട്ടിംഗ് മിക്സ് തയ്യാറാക്കി എടുക്കാം. പോട്ടിംഗ് മിക്സിന് നല്ല ഇളക്കം കിട്ടാൻ വേണ്ടി ഞാൻ എംസാൻഡാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇതില്ലെങ്കിൽ മണലായാലും മതി. അതിൻ്റെ കൂടെ കുറച്ച് ഗാർഡൻ സോയിൽ വേണം, നല്ല മേൽമണ്ണ്, അത് ഉപയോഗിക്കാം. ചെറിയ ചരലുള്ള മേൽമണ്ണ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അന്നേരം വേരോട്ടം നല്ലതുപോലെ കിട്ടും, നല്ല വായു സഞ്ചാരം ഉണ്ടാകുകയും ചെയ്യും. അടുത്തതായിട്ട് ഒരു പിടി വേപ്പും പിണ്ണാക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു പിടി എല്ലുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ചാണകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. നല്ല വളമാണത്. അത് നല്ലതാണ്. ഈ അഡീനിയം വളരാൻ ഏറ്റവും നല്ലൊരു വളമാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് റൂട്ട് മിറാക്കിൾ എന്ന് പറഞ്ഞ ഒരു വളമാണ്. ഇത് ഒരുപാട് വേര് പടലങ്ങൾ ഉണ്ടാകാൻ സഹായിക്കും. എൻ്റെ ആ പ്ലാന്റ് ഇളക്കിയപ്പോൾ നല്ല റൂട്ട് ഉണ്ടായിരുന്നല്ലോ, അത് ഇത് ഉപയോഗിച്ചതിന് ശേഷം അങ്ങനെ ആയത്. അതുകൊണ്ട് ഇതുകൂടെ ചെയ്ത് കൊടുക്കുമ്പം നല്ലതുപോലെ റൂട്ട് ഉണ്ടാവുകയും അതിലൂടെ വളമെല്ലാം വലിച്ചെടുത്ത് നല്ലൊരു പ്ലാന്റായി മാറുകയും ചെയ്യും. പോട്ടിംഗ് മിക്സറിൻ്റെ കൂടെ കുറച്ച് സാഫൂടെ ഇട്ട് കൊടുക്കണം. അപ്പം നമ്മൾ ചാണകപ്പൊടിയൊക്കെ ഇട്ടപ്പോൾ അതിനകത്ത് ഒരുപാട് ഫംഗസൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊക്കെ മാറാൻ വേണ്ടിയാണ് നമ്മൾ ഈ സാഫ് കുറച്ച് പോട്ടിംഗ് മിക്സറിൽ ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് നല്ലതുപോലെ നട്ട് കൊടുക്കാം. ഇതേ മെത്തേഡിൽ ചെയ്തെടുത്ത എല്ലാ അഡീനിയം പ്ലാന്റ്സുകളും നല്ല ഗ്രോത്ത് വരികയും നല്ലതുപോലെ ഫ്ലവറിങ്ങും ചെയ്ത് നല്ലൊരു പ്ലാന്റായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിതും ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. ഇങ്ങനെ ആദ്യം കുറച്ച് മെറ്റലിൻ്റെ മുകളിൽ കുറച്ച് പോട്ടിംഗ് മിക്സർ ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ പ്ലാന്റ് വെച്ച് കൊടുത്താൽ മാത്രം മതി. പ്ലാന്റ് വെക്കുന്നതിന് മുൻപ് ഞാൻ അവിടെ ഇച്ചിരി സാഫ് ഇട്ട് കൊടുക്കും. അത് കുറച്ച് കൂടിപ്പോയി, ഇപ്പോൾ എടുത്ത് മാറ്റി വയ്ക്കാം. കുറച്ച് മതി. അത് ഇങ്ങനെ ഒന്ന് ഇട്ട് ഇളക്കിയതിന് ശേഷം സാഫ് വെള്ളത്തിൽ മുക്കി വെച്ചിരുന്ന പ്ലാന്റ് എടുത്ത് നമുക്ക് ഈ പോട്ടിലോട്ട് നടാം. ഇതിൻ്റെ മണ്ണൊക്കെ ഇളക്കി മാറ്റിയ സമയത്ത് ഇതിൻ്റെ കുറച്ച് തൊലിയൊക്കെ ഒന്ന് ഇളകി പോയിട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ച് സാഫ് ഒന്ന് തേച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ അതുവഴി വല്ല ഇൻഫെക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പ്ലാന്റ് പോട്ടിന് നടുക്ക് വെച്ചതിന് ശേഷം പോട്ടിംഗ് മിക്സർ ഇട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്ത് അത് നല്ലതുപോലെ ഫില്ല് ചെയ്തെടുക്കണം.
തൽക്കാലം ഞാൻ കോഡക്സ് ഉയർത്തി വെച്ച് കൊടുക്കുന്നില്ല. കാരണം ഒന്നുകൂടെ ഒന്ന് വലുതാവട്ടെ എന്ന് വിചാരിച്ചാണ് അങ്ങനെ വിചാരിച്ചിരിക്കുന്നത്. ഇപ്പം നേരത്തെ നട്ടതുപോലെ തന്നെ നടാനാണ്. അത് അത്രയും തന്നെ മണ്ണ് അന്നേരം ഉയർത്തുന്നില്ല. കുറച്ച് മണ്ണുവിട്ടത് നല്ലതുപോലെ താഴ്ത്തി നട്ട് കൊടുക്കാം. അത് അവിടെ ഇരുന്ന് കോഡക്സ് വലുതായിക്കോളും. അങ്ങനെയാണ് എൻ്റെ എല്ലാ ചെടികളും നല്ല കോഡക്സായി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ താഴ്ത്തി നട്ടാലും കോഡക്സ് നല്ല വണ്ണം വെച്ച് വരും. അത് മറ്റ് ചെടികൾക്ക് അങ്ങനെ എൻ്റെ ഉണ്ടായിട്ടുണ്ട്. എല്ലാ ചെടികൾക്കും കോഡക്സ് വലിയ വണ്ണം വെച്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതും ഇങ്ങനെ മണ്ണിട്ട് നല്ലതുപോലെ നടുന്നത്. എല്ലാവരും പല രീതിയിലൊക്കെ നടുന്നവരുണ്ട്. എന്നാലും ഞാൻ ഇങ്ങനെ നട്ടതിൽ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഒരു പ്ലാന്റായിട്ട് മാറും. ഇനി സാഫ് കലക്കിയ വെള്ളം ഇതിൻ്റെ ചുവട്ടിൽ നല്ലതുപോലെ ഒഴിച്ചു കൊടുക്കണം. നല്ല പോട്ടിംഗ് മിക്സർ നല്ലതുപോലെ നനയത്തക്ക പോലെ നല്ലതുപോലെ ഒഴിച്ചു കൊടുക്കണം. നല്ല പോട്ടിംഗ് മിക്സറാണെങ്കിൽ വെള്ളം താഴേക്ക് വാർന്നു പോകും നമുക്ക് കാണാം. നമുക്ക് ഉയർത്തി നോക്കാം. ഈ പോട്ടൊന്ന് ഉയർത്തി നോക്കണ്ടോ, നല്ലതുപോലെ വാർന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് ഇത് നല്ല മഴയത്ത് വെച്ചാലും ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല. ഇത് നല്ലതുപോലെ വളരുകയും നല്ലതുപോലെ പൂടുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് നല്ലൊരു പ്ലാന്റായിട്ട് എന്തുവായാലും ഇത് മാറും. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഇത് കാണാനായിട്ട് ഒരാൾ വന്നത് കണ്ടോ, ഒരു ബട്ടർഫ്ലൈ വന്നിട്ടുണ്ട്. അതെൻ്റെ അഡീനിയം ഫ്ലവറിൽ വന്നിരുന്നു. ഈ പ്ലാന്റ് കണ്ടോ, ഈ പ്ലാന്റിൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത്. ഞാൻ ഇതുപോലെ നട്ട ഒരു പ്ലാന്റാണിത്. നല്ല കോഡക്സൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അല്പം ഉയർത്തി വെച്ചത്. ഇതും അതുപോലെ ആക്കി എടുക്കണം. എന്നിട്ട് ഇതിനകത്ത് കമ്പെടുത്താണ് ഞാൻ ഈ ഇപ്പം നട്ട പ്ലാന്റിൽ ബഡ് ചെയ്യാനിരിക്കുന്നത്. അപ്പോൾ ഈ ഫ്ലവർ ഇതിനകത്തുണ്ടാവുമല്ലോ, അന്നേരം നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇനി ഈ പ്ലാന്റ് എടുത്ത് ഷെയ്ഡുള്ള ഏരിയയിലോട്ട് മാറ്റി വയ്ക്കാം. 2-3 ദിവസം കഴിഞ്ഞിട്ട് നല്ല വെയിലത്തോട്ട് എടുത്ത് വെച്ച് കൊടുത്താൽ മതി. നല്ലതുപോലെ വളരും. ഇത്രയും നേരം എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കണേ. താങ്ക് യു.